ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോ ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയാണ്. ഫ്രൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മധുരം പുളിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഴുത്ത മാങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ പച്ചമാങ്ങയും ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 പഴുത്ത മാങ്ങയും അതുപോലെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങ എടുക്കുമ്പോൾ നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കുകയാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ കുറച്ച് നാരുള്ള മാങ്ങയാണ്. ഇനി ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ പച്ചമാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണം. ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുള്ള മാങ്ങ ഉണ്ടാവില്ല, അങ്ങനത്തെ മാങ്ങയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കറിന് എടുക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം എടുക്കാം. പക്ഷേ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം അത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടുള്ളൂ. കൂടുതൽ നേരം നമ്മളിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അതുവരെ ഒന്നും തിളപ്പിക്കാം. ഇപ്പോൾ ഇതിൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൽ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും അതുപോലെ ഫ്രൂട്ടിയുടേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിയിലൊക്കെ സിട്രിക് ആസിഡാണ് അവർ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള മാങ്ങ മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഈ മാങ്ങയുടെ പൾപ്പ് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാങ്ങ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഈ മാങ്ങ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൾപ്പ് നമുക്ക് ഒന്നുകൂടി അരിച്ചെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ മാങ്ങയിൽ അത്യാവശ്യം നാരുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അരിച്ച് കിട്ടാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ നാരൊക്കെ പെട്ടിട്ടാകുമ്പോൾ അത് കുടിക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് നല്ലത്. നാരില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് മുഴുവൻ ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മാങ്ങ വേവിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ അധികം തിക്കും ആവില്ല, അധികം ലൂസും ആവില്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ സമയത്ത് ഇതിൽ മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കത് 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ആ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിത് പെട്ടെന്ന് എടുത്ത് കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം.
3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രൂട്ടി ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മാംഗോ ഫ്രൂട്ടിയുടെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രൂട്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മാംഗോ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്